ആദ്യത്തെ 2 T20യിലും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇനി നാളത്തെ മൂന്നാമത്തെ T20ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സർപ്രൈസ് താരം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളെ കൂടി തോറ്റാൽ അത് ഇംഗ്ലണ്ടിന് നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് ഇംഗ്ലണ്ട് നാളെ മികച്ച കളി പുറത്തെടുക്കും. നാളെ ഇന്ത്യ ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം T20യുടെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ മാച്ചിൽ സഞ്ജു ഫ്ലോപ്പായിരുന്നു. സഞ്ജു മാത്രമല്ല, സൂര്യകുമാർ അടങ്ങുന്ന എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. തിലക് വർമ്മ മാത്രമാണ് ഒന്ന് കളിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. ഇല്ലെങ്കിൽ ഇന്ത്യ കളി തോറ്റേനെ. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ശക്തമാക്കിയിരിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യ നാളത്തെ മാച്ചിൽ കളിച്ചേക്കില്ല. ഓൾറൗണ്ടേഴ്സായിട്ട് ശിവൻ ദൂബെ, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ ടീമിലുണ്ടായിരിക്കും. ബൗളിംഗിൽ മുഹമ്മദ് ഷമി തിരിച്ചെത്തും. ഇന്ത്യക്ക് നാളത്തെ മാച്ച് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട്. ഇംഗ്ലണ്ടുമായിട്ടുള്ള എല്ലാ മാച്ചിലും ഇന്ത്യക്ക് കളി ജയിക്കണം. പരമ്പര തൂത്തു വരണമെന്നാണ് സൂര്യകുമാർ പറഞ്ഞത്. നാളത്തെ മാച്ച് ജയിക്കാൻ ഇംഗ്ലണ്ട് പുതിയ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. അതുകൊണ്ട് മത്സരം തീ പാറുമെന്നത് ഉറപ്പാണ്. ഒരുപക്ഷെ സഞ്ജു ഓപ്പണിംഗിൽ അടിച്ചു തീർക്കാൻ സാധ്യതയുണ്ട്. ഓപ്പണിംഗിൽ സഞ്ജുവും അഭിഷേകും ഫോമായാൽ പിന്നെ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. ഇന്ത്യക്ക് മികച്ചൊരു സ്റ്റാർട്ട് നാളെ ആവശ്യമാണ്. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. സഞ്ജു, അഭിഷേക്, സൂര്യ, തിലക്, ശിവൻ ദുബെ, ധ്രുവ് ജൂറൽ, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ, ഷമി, അർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഇംഗ്ലണ്ട് രണ്ടും കളിപ്പിച്ചാണ് നാളെ ഇറങ്ങുന്നത്. കഴിഞ്ഞ 2 മാച്ചും ഇംഗ്ലണ്ട് തോറ്റു. നാളത്തെ മാച്ചിലും വിജയ സാധ്യത കൂടുതൽ ഇന്ത്യക്ക് തന്നെയാണ്. സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ സഞ്ജു സെഞ്ചുറി അടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ മൂന്നാം T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.